നമ്മളെ റവ ബോൾസ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പെട്ടെന്ന് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഈവനിങ് സ്നാക്ക് നല്ലതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു പാത്രം വെള്ളം, ഒരു ചെറിയ പാത്രം നമ്മളെ ഉപ്മാ റവ. ഇതുകൊണ്ട് നമുക്കൊരു സൂത്രം ഉണ്ടാക്കാം. ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയെന്ന് നമുക്കിനി വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചു. നമുക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ സിമ്മാക്കി നമ്മളെ റവ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാതെ. ഇത് നല്ലപോലെ വെന്ത് കിട്ടി. നമുക്കിനി ഇത് ആറാൻ വയ്ക്കാം. നമ്മൾ റവ നല്ലപോലെ ആറിക്കിട്ടിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു അരപ്പാത്രം തേങ്ങ പൊടിച്ചത്, പച്ചത്തേങ്ങ ഉണ്ടെങ്കിൽ പച്ചത്തേങ്ങ നമ്മൾ തിരുവിയിടാം. എൻ്റെ അടുത്തില്ല, എൻ്റെ തേങ്ങ ഉണങ്ങിയ തേങ്ങയായിരുന്നു ഉള്ളത്. അതിട്ട് ഒരു ശകലം ഓമം അല്ല ശകലം ഓമം ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ അങ്ങ് കുഴച്ചെടുക്കാം. എല്ലാം ഇതിങ്ങനെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടിങ്ങനെ ഉരുട്ടാം. ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. റൗണ്ടോ ഓവലോ ഏത് വേണം. ഞാൻ ഈ റൗണ്ട് ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ഉരുളയും റെഡിയായി. അടുപ്പിൽ ഞാൻ ഇഡ്ഡലി കുട്ടം വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇതിലോട്ടങ്ങ് പറക്കി വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മളെ റവ ബോൾസ് വെന്ത് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് അത് കടുക് വറുക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തു. ശകലം കടുക് ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില ഞാൻ എടുത്ത് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി. ഇനി നമുക്ക് ഒരു ശകലം ജീരകം ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ലപോലെ ചുമന്ന് കിട്ടി. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ
റവ ഉരുള ഇട്ട് ഇളക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിള്ളേരെ കളിപ്പിക്കാൻ എളുപ്പമാണ്. അതിലോട്ട് നമുക്ക് ഒരു ശകലം ജീരകപ്പൊടി, പേരിന് മതി, ഒരു ശകലം ചാറ്റ് മസാല, ശകലം ഗരം മസാലപ്പൊടി ഇട്ട് ഇളക്കാം. അടുത്ത സൂത്രം, ഒരു ശകലം ടൊമാറ്റോ സോസ് അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി നമ്മളെ മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കാം. നമ്മളെ റവ ബോൾസ് റെഡിയായി. നമുക്കിനി സെർവ് ചെയ്യാം.